പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ വാത്സല്യ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ് അല്പസമയങ്ങൾ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിലെ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പിശാചിനെക്കുറിച്ച് അല്ലെങ്കിൽ സാത്താനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ്. സാത്താൻ അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവനെക്കുറിച്ച് പറയുന്നത് അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. പിശാചിനെക്കുറിച്ച് പറയുക, അവന് ഫോഷ്ക് പറയുവാൻ മറ്റൊരാളുടെ സഹായമില്ല. അവനിൽ തന്നെ ഫോഷ്ക് നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ ഫോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. അസത്യത്തിൻ്റെ ഫോഷ്കിൻ്റെ പിതാവാണ് സാത്താൻ. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ, അസത്യം പറയുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു മനുഷ്യനുമല്ല, അത് പിശാചാണെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ചില ആളുകളെ നോക്കിയിട്ട് വിളിക്കത്തില്ലേ, അവൻ പെരുങ്കള്ളനാ, ലോകത്തിലെ 1-ാം നമ്പർ കള്ളനാ. പക്ഷെ അവരൊക്കെ ഈ കള്ളം എടുക്കുന്നത് സാത്താൻ്റെ കയ്യിൽ നിന്നാണ്. അവർ പറയുന്ന അസത്യത്തിൻ്റെ സോഴ്സ് സാത്താനാണ്. പക്ഷെ അങ്ങനെ മറ്റൊരു സോഴ്സും ആവശ്യമില്ലാതെ സ്വന്തത്തിൽ നിന്ന് കള്ളം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നവൻ അത് പിശാചാണെന്ന് യേശു കർത്താവ് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ ആദ്യം മുതലേ കൊലപാതകനും കള്ളനുമാകുന്നു. ഏദനിലെ അനുഭവം നമുക്കറിയാം. ഏദനിൽ മനുഷ്യവർഗത്തെ വഞ്ചിച്ചത് വ്യാജം പറഞ്ഞിട്ടാണ്, അല്ലായെങ്കിൽ അർത്ഥസത്യം പറഞ്ഞിട്ടാണ്. അർത്ഥസത്യവും പൂർണ്ണമായ കള്ളവും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അർത്ഥസത്യങ്ങളും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ അപകടകരമാണ്, സാത്താൻ്റെ പ്രൊഡക്റ്റാണ്. പറഞ്ഞത് വളച്ചൊടിച്ച് പകുതി സത്യമായിരിക്കാം, എന്നാൽ അതിലെ കള്ളത്തിൻ്റെ അംശം പിശാചിൽ നിന്നുള്ളതാണ്. അത്രയും കള്ളം മതി പറഞ്ഞ സത്യത്തെ മുഴുവൻ പൊളിപ്പിക്കുവാൻ, അതിൻ്റെ നന്മ ഇല്ലാതാക്കി കളവാൻ. അർത്ഥസത്യമാണ് സാത്താൻ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞത്, ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. പക്ഷേ അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച്, പിന്നീടുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് സാത്താൻ നിശബ്ദനാണ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മറച്ചു വെക്കപ്പെട്ട ഒരു സത്യമുണ്ട്. ആദവും ഹവയും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന സത്യം. ആ സത്യം പറയുന്നില്ല. ഹവ മറുപടി പറയേണ്ടിയിരുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു. പക്ഷേ പറഞ്ഞ അർത്ഥസത്യം അവളിൽ സംശയം ജനിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനുഷ്യവർഗത്തിൻ്റെ ആത്മീക മരണത്തിന് കാരണമായി തീർന്നു. ഭൂമിയിലേക്ക് മരണമെന്ന പ്രതിഭാസം കടന്നുകൂടുവാൻ അത് കാരണമായി തീർന്നു. അതുകൊണ്ട് യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ ആദ്യം മുതൽ കൊലപാതകനാണ്. മനുഷ്യവർഗത്തിലേക്ക് മരണം കൊണ്ടുവന്നത് സാത്താൻ്റെ കള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫോർമുല ഞാൻ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അസത്യം അല്ലെങ്കിൽ കള്ളം മരണം വിതയ്ക്കുന്നതാണ്. അത് ഏത് വ്യക്തിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അസത്യം, കള്ളം അത് പിശാചിൽ നിന്നാണ്. അതിൻ്റെ അനന്തരഫലം മരണം പോലെയുള്ള അവസ്ഥയായിരിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. പിശാച് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന അസത്യങ്ങളുണ്ട്, കള്ളങ്ങളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പിശാച് പറയുന്ന അസത്യങ്ങളെ, കള്ളത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. ഡു നോട്ട് ബിലീവ് ദ ലൈസ് ഓഫ് ദ ഡെവിൾ. എന്താണ് പിശാചിൻ്റെ അസത്യങ്ങൾ? ആദത്തെയും ഹവയും നോക്കി പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് സംശയം ഉണ്ടാക്കുന്നു. പലപ്പോഴും പിശാച് നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. നാം എന്താണ് അത് നമ്മിൽ നിന്ന് മറച്ചു വെച്ച് നാം എന്തല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളോട് പറയും, നീ അശക്തനാണ്, നീ ദുർബലനാണ്, നീ അശക്തനാണ്, നീ ദുർബലനാണ്, നീ ഒരു നല്ല വിശ്വാസി അല്ല, നിന്നെ ആർക്കും ഇഷ്ടമല്ല, നിൻ്റെ കൂടെ ആരുമില്ല, ദൈവത്തിന് പോലും നിന്നെ വേണ്ട, നീ ഒരു പരാജയമാണ്, നീ ഒരിക്കലും വിജയിക്കത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കുകൾ, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തോന്നലുകൾ, അത് നമ്മിൽ നിന്നല്ല, മറിച്ച് അസത്യത്തിൻ്റെ പിതാവാകുന്ന, ഫോഷ്കിൻ്റെ പിതാവാകുന്ന സാത്താനിൽ നിന്ന് വരുന്ന സാത്താന്യ ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
വേദപുസ്തകത്തിലൊരിക്കൽ ജനത്തെ എണ്ണുവാൻ സാത്താൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു എന്ന ഒരു വാചകമുണ്ട്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ദാവീദ് യുദ്ധത്തിന് പോകുന്ന രാജാവാണ്. ജനത്തെ എണ്ണുവാൻ അവന് ഒരു ചിന്തയുണ്ടായത്, ഞാനിങ്ങനെ ഊഹിക്കുകയാണ്, യുദ്ധം ചെയ്യുന്ന രാജാവിന് തൻ്റെ കയ്യിലുള്ള ആൾബലം എത്രയെന്നറിയണം, യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായവർ എത്രയുണ്ടെന്ന് അറിയണം. ആ ആൾബലത്തിലാണ് അവരുടെ വിജയം. ഒരുപക്ഷെ ദാവീദിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് കാണാം, എൻ്റെ കയ്യിൽ ആള് കുറവാണ്, എൻ്റെ ശത്രുക്കൾ എന്നെക്കാളും കരുത്തന്മാരാണ്, വലിയ സൈന്യമാണ് എനിക്കെതിരെ പാളയമറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കും ഒന്ന് കൗണ്ട് ചെയ്യണം, എൻ്റെ കൂടെ യുദ്ധം ചെയ്യുവാൻ സമർത്ഥരായവർ എത്ര പേർ. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം 20-ാം സങ്കീർത്തനത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ പാടുന്ന സങ്കീർത്തനമാണത്. എപ്രകാരമാണ് ദാവീദും കൂട്ടരും പാടിയിട്ട് പോകുന്നതെന്നറിയാമോ? ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് പാടിയിട്ട് പോകുന്ന സങ്കീർത്തനക്കാരൻ ജീവിതത്തിൽ ഒരു വേള ചിന്തിക്കുകയാണ്, എൻ്റെ കൂടെയുള്ള ആൾബലം കുറവാണ്, എൻ്റെ സൈന്യം ശക്തമല്ല, ശത്രു വലുതാണ്. ദാവീദ് തിരിച്ചറിഞ്ഞില്ല ഈ ചിന്ത പിശാചിടുന്നതാണെന്ന്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ദാവീദ് ആ സങ്കീർത്തനം ഒന്ന് പാടണമായിരുന്നു. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ വിജയം ഞങ്ങളുടെ സൈന്യത്തിൻ്റെ പെരുപ്പത്തിലല്ല, ഞങ്ങളുടെ കുതിരകളുടെ എണ്ണത്തിലല്ല, ഞങ്ങൾ ജയിക്കുന്നത് കർത്താവിനാലാണ് എന്ന് മറുപടി കൊടുക്കേണ്ടതിന് പകരം പിശാചിട്ട ആ ചിന്തയെ ദാവീദ് വിശ്വസിച്ചു. തൻ്റെ കൂട്ടത്തെ എണ്ണുവാൻ പ്രേരിപ്പിക്കപ്പെട്ടു. അതാണ് അവൻ്റെ പാപമായി കാരണമായി തീർന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം, പിശാചിൻ്റെ കള്ളങ്ങളെ, പിശാചിൻ്റെ ഫോഷ്കിനെ, അവൻ പറയുന്ന കള്ളത്തരങ്ങളെ വിശ്വസിക്കരുത്. ആ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല, അത് പിശാചിൻ്റെ കള്ളമാണെന്ന് മനസ്സിലാക്കി അവനെതിരെ സംസാരിക്കുക. വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾക്കെതിരെ പിശാച് ഉപയോഗിക്കുന്ന ഓരോ അസത്യത്തിനും ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് പിശാചിനോട് തിരിച്ച് സംസാരിക്കുക, വചനത്തിലൂടെ സംസാരിക്കുക. യേശു അതാണ് ചെയ്തത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് പിശാച് അവനെ പരീക്ഷിക്കുവാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഉത്തരം യേശു കൊടുത്തു. കല്ല് അപ്പമാകുവാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക, നീ തെളിയിക്കപ്പെടും, നിന്റെ ശക്തി എന്തെന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാക്കും പരിപാലിക്കുമെന്ന് സാത്താൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നും വചനമുണ്ട്. പിശാച് പറയുന്ന അവസാന കള്ളം എന്താണ്? ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്. അത് സത്യമാണോ? അത് അർത്ഥസത്യമാണ്. അർത്ഥസത്യമെന്ന് പറയാൻ കാരണം സകല ലോകവും, ഈ കാണുന്ന ലോകമൊക്കെ പിശാചിൻ്റെ സാത്താൻ്റെ അധീനതയിലിരിക്കുന്നു എന്ന് വചനമുണ്ട്. വീണുപോയ ഈ ഭൂമിയും നാം കാണുന്ന ഈ ലോകവും, ആദാമ്യ പാപത്താൽ വീണ മനുഷ്യനും താഴ്ച വന്ന ശപിക്കപ്പെട്ട ഭൂമിയും, അതിന്മേൽ പിശാചിന് അവകാശമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഒരു അധികാരം അവനുണ്ട് എന്ന കാരണത്താൽ അവൻ പറയുകയാണ്, ഇതെല്ലാം എൻ്റേതാണ്. സത്യത്തിൽ സാത്താൻ്റേതാണോ? അല്ല. സത്യത്തിൽ ഇത് ആരുടേതാണ്? സൃഷ്ടികർത്താവിൻ്റേതാണ്. ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വത്താണ് ഇതെല്ലാം. സകല ലോകവും സകല ബ്രഹ്മാണ്ടവും ദൈവത്തിൻ്റെ സ്വന്തമാണ്, സൃഷ്ടികർത്താവിൻ്റെ സ്വന്തമാണ്. ആ സൃഷ്ടികർത്താവിനോട് തന്നെ വന്ന് സാത്താൻ പറയുകയാണ്, ഇതെല്ലാം എൻ്റേതാണെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഉടമസ്ഥൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇതെല്ലാം എൻ്റേതാണെന്ന് പറയാനുള്ള ആ വ്യാജം, ആ കള്ളം, അർത്ഥസത്യം പറയാനുള്ള തൻ്റെ ഇടം പിശാച് കാണിച്ചെങ്കിൽ എന്താ നമ്മളോട് നമ്മുടെ അടുക്കൽ വന്ന് കള്ളം പറയില്ലേ? അതുകൊണ്ട് പിശാച് പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കരുത്. സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ഒക്കെ ചിലപ്പോൾ പിശാച് ചില കള്ളങ്ങൾ നമ്മുടെ ചെവിക്കകത്ത് പറയും. സഭയ്ക്കകത്ത് നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മളതങ്ങ് വിശ്വസിച്ചു. പിന്നെ നമുക്കെല്ലാവരോടും പകയാണ്, പിണക്കാണ്. എല്ലാവരും ശൗല് ദാവീദിനെ ആക്രമിച്ചതുപോലെ നിന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളങ്ങ് ദാവീദായി മാറി. പിന്നെ സഭയിലുള്ള വിശ്വാസികളൊക്കെ നമ്മുടെ ശൗലുമാരായി മാറി. കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചിന്തയിടുന്നു, മാതാപിതാക്കൾക്ക് അവരോട് സ്നേഹമില്ല. മാതാപിതാക്കളുടെ മനസ്സിൽ
ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സിൽ അകൽച്ചയിടുന്നു. എന്താ കാരണം? വളരെ സിമ്പിൾ. പിശാചിൻ്റെ കള്ളങ്ങളെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ കള്ളങ്ങളെ വിശ്വസിക്കാതെ, യേശു കർത്താവ് എന്താ പറഞ്ഞത്? പിശാച് കള്ളം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് പോ, ശാസിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളും ശാസിക്ക്. യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു. ആ പറയുന്ന വാക്കിൽ നിങ്ങൾ ഒരു പദം കൂടെ ആഡ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ എന്നെ വിട്ടുപോകും. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് അവനെ ശാസിക്കുമ്പോൾ അവൻ ഓടിപ്പോകും. അവൻ്റെ കള്ളത്തിൻ്റെ ആ പാക്കറ്റ് എടുത്തുകൊണ്ട് അവൻ ഓടും. ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും. സോ ഡു നോട്ട് ബിലീവ് ദ ലൈസ് ഓഫ് ദ ഡെവിൾ. പിശാച് പറയുന്ന ഫോഷ്കിനെ വിശ്വസിക്കരുത്. ദൈവവചനത്തെയും ഇതിലെ വാഗ്ദത്തങ്ങളെയും വിശ്വസിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ദൈവം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.